പ്രിയമുള്ളവരെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ നടപടികളുമായി പാർട്ടികളും മുന്നണികളും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്ന ഒരു വിശകലനം എന്തെന്ന് വെച്ചാൽ, റിപ്പോർട്ടർ ചാനലിലെ വാർത്താ അവതാരികയായ സുജയ്യ പാർവതി അവർ ഇന്നലെ റിപ്പോർട്ടർ ചാനൽ വിട്ട് പുതിയൊരു ചാനലിൽ എത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും പുറത്തു വരികയാണ്. സുജയ പാർവതി BJPയുടെ സ്റ്റാർ കാൻഡിഡേറ്റിൽ ഒരാളായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന ചില വിശകലനങ്ങളൊക്കെ പുറത്തു വരികയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന്, ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്നോ അല്ലെങ്കിൽ കൊല്ലത്ത് ചാത്തന്നൂരാണ് BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം. അവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് അവർ മത്സരിക്കുവാനുള്ള സാധ്യതകൾ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്താണെങ്കിൽ കാട്ടാക്കട, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആ നിയമസഭാ സെഗ്മെൻറ്റിൽ നിന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട. അവിടെ നിന്ന് BJP സ്ഥാനാർത്ഥി V മുരളീധരൻ ലോക്സഭാ ഇലക്ഷൻ ലീഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2 ഇലക്ഷനിലായി കൃഷ്ണദാസ് BJP സ്ഥാനാർത്ഥിയായി അവിടെ നല്ല പ്രകടനവും കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുന്ന പക്ഷം സുജയ പാർവതി കാട്ടാക്കട നിന്ന് മത്സരിക്കും എന്ന ചില വിശകലനങ്ങൾ വരികയാണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ചാത്തന്നൂർ ഗോപകുമാർ BJPക്ക് വേണ്ടി കഴിഞ്ഞ 2 ഇലക്ഷനിലും നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലും സുജയ പാർവതി പരിഗണിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. എന്തായാലും BJPയുടെ ഒരു സ്റ്റാർ മണ്ഡലത്തിൽ നിന്ന് സുജയ പാർവതി മത്സരിക്കും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്നാണ്. ദളിത് ആക്ടിവിസ്റ്റായ സണ്ണി M കപ്പിക്കാട് അദ്ദേഹം വൈക്കത്ത് നിന്ന് മത്സരിക്കും എന്ന ചില വാർത്തകൾ, അത് സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 20,000-ലധികം വോട്ടുകൾ, ക്രൈസ്തവ ദളിത് വോട്ടുകൾ ഉള്ള മണ്ഡലമാണ് വൈക്കം. അദ്ദേഹം ആ വിഭാഗത്തിൽപ്പെടുന്ന എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമൊക്കെയാണ്. അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കും എന്ന ചില വിശകലനങ്ങളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ 1991 ശേഷം ഇതുവരെയും UDF വിജയിക്കാത്ത ആ മണ്ഡലത്തിൽ UDF മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ആകെ 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 4 എണ്ണം കോൺഗ്രസ്സിന് UDFന് അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞു. അതിലൊന്ന് വൈക്കം മുനിസിപ്പാലിറ്റിയാണ്. തലയോലപ്പറമ്പ്, കല്ലറ, ചെമ്പ് മുതലായ ഗ്രാമപഞ്ചായത്തുകളും UDF പിടിച്ചിരുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു കടുത്ത മത്സരം LDFുമായിട്ട് വെച്ചു പുലർത്തുവാൻ കഴിഞ്ഞു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ചില പഞ്ചായത്തുകളിലൊക്കെ 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിലൊക്കെയാണ് അവിടെ UDFന് പരാജയം സംഭവിച്ചത്. അപ്പോൾ ഈ 20,000-ലധികമുള്ള ഈ ദളിത് ക്രൈസ്തവരുടെ ദളിത് വോട്ടുകളും ഒക്കെ ക്രോഡീകരിക്കുവാൻ കഴിഞ്ഞാൽ സണ്ണി M കപ്പിക്കാടിന് അവിടെ നിന്ന് വിജയിച്ചു വരുവാൻ കഴിയും എന്ന ഒരു രാഷ്ട്രീയ നിഗമനം കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും സാമൂഹിക സംഘടനകളെയും പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗ സംഘടനകളെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയകരമായി ചില നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന വിശകലനങ്ങളൊക്കെ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തുന്നുണ്ട്. എന്തായാലും സണ്ണി M കപ്പിക്കാട് അദ്ദേഹം വൈക്കത്ത് നിന്ന് മത്സരിക്കും, കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ അവിടെ നേട്ടമുണ്ടാക്കുവാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വൈക്കം LDFൻ്റെ അടിയുറച്ച മണ്ഡലമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ പോലും വൈക്കം ഉറപ്പിച്ച LDFന് എന്ന് പറയാവുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20,000-ലധികം വരുന്ന ദളിത് ക്രൈസ്തവ വോട്ടുകൾ അത് അനുകൂലമായി ക്രോഡീകരിക്കുവാൻ കഴിഞ്ഞാൽ സണ്ണി M കപ്പിക്കാട് ഒരു പക്ഷേ വിജയിച്ചു വരുവാനുള്ള സാധ്യത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥി നിർണയം, ആ ചർച്ച കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മാനന്തവാടിയിലാണ്. മാനന്തവാടിയിൽ കോൺഗ്രസ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ KSUവിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് മഞ്ജുക്കുട്ടനെ മാനന്തവാടിയിൽ, അത് ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന ഒരു മണ്ഡലമാണ്, അവിടെ മത്സരിപ്പിക്കും എന്ന ചില വാർത്തകളുമൊക്കെ ആ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. മഞ്ജുക്കുട്ടനുമായി ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ പറയുന്നുണ്ട്. OR കയളുവാണ് നിലവിലുള്ള MLA മാനന്തവാടിയിൽ. അദ്ദേഹം കഴിഞ്ഞ 2 പ്രാവശ്യവും വിജയലക്ഷ്മി, 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വിജയലക്ഷ്മി, അവർ ഭാഗ്യം കൊണ്ടാണ് മന്ത്രിയായത്. കാരണം 2011 UDFന് വനിതകളെ ഒന്നും വിജയിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. വിജയലക്ഷ്മിയാണ് വിജയിച്ചത്. അങ്ങനെ ഒരു വനിതാ മന്ത്രി വേണം എന്ന രീതിയിൽ വിജയലക്ഷ്മിയെ മന്ത്രിയാക്കിയതാണ്. പിന്നെ അവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു BJP നേതാവിനെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കോൺഗ്രസ് പിന്നെ 2011 ശേഷം 2016-ലും 2021-ലും
വിജയലക്ഷ്മിയെ മാനന്തവാടിയിൽ നിന്ന് മത്സരിക്കുവാൻ അനുവദിച്ചു. 2 പ്രാവശ്യവും വിജയലക്ഷ്മി അവിടെ തോൽക്കുകയായിരുന്നു. 2016 കേളുവിനോട് 50 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടതെങ്കിൽ 2021 ആകുമ്പോൾ വലിയ ഒരു മെജോറിറ്റിയിൽ ഏകദേശം 9552 വോട്ടുകൾക്ക് വിജയലക്ഷ്മി അവിടെ പരാജയപ്പെടുന്നുണ്ട്. കോൺഗ്രസിന് നല്ല വോട്ട് ബാങ്കുള്ള, കോൺഗ്രസിന് ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണത്. അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മിയെ 2 പ്രാവശ്യം പരീക്ഷിച്ചു. 3 പ്രാവശ്യം സീറ്റ് കൊടുത്തു. 1 പ്രാവശ്യം വിജയിച്ചു, 2 പ്രാവശ്യം പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇനിയൊരു സീറ്റ് വിജയലക്ഷ്മിക്ക് അവിടെ നൽകുവാൻ സാധ്യതയില്ല എന്ന ഒരു നിഗമനം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട മഞ്ജുക്കുട്ടനെ, അദ്ദേഹം എഴുത്തുകാരനും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുമാണ്, സോഷ്യൽ മീഡിയയിലേക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ആ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ വേണ്ടി കൊല്ലത്ത് നിന്ന്, കരുനാഗപ്പള്ളിയിൽ നിന്ന് എത്തിക്കും എന്ന വാർത്തയാണ് ആ പ്രദേശത്ത് നിന്ന് ബന്ധപ്പെട്ട് ഒക്കെ കിട്ടുന്നത്. എന്തായാലും നമ്മൾ ആ ലോക്കൽ ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ 4 പഞ്ചായത്തുകൾ മാനന്തവാടിയിൽ UDF അനുകൂലമായിട്ടുണ്ട്. മാനന്തവാടി, ഇടവക, പനമരം, തൊടർനാട് എന്നിവയാണ്. തിരുനെല്ലി, വെള്ളമുണ്ട, തമിഴ് എന്നീ 3 പഞ്ചായത്തുകൾ LDF അനുകൂലമായിട്ടുണ്ട്. ചില പഞ്ചായത്തുകളിൽ LDF ലീഡ് വളരെ വലുതാണ്. 2011 വിജയലക്ഷ്മി ഈ സീറ്റ് LDF നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ വിജയലക്ഷ്മിക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. 2016 2021 പരാജയപ്പെടുകയായിരുന്നു എന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഈ 2 മണ്ഡലങ്ങളിലും, അതായത് വൈക്കത്തും ഒപ്പം മാനന്തവാടിയിലും UDF ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് തയ്യാറാകുന്നു. ഒരാളെ കൊല്ലത്ത് നിന്ന് കൊണ്ടുവരുന്നു, മറ്റൊരാളെ ദലിത് സാമൂഹ്യ സംഘടനകളുമായി പ്രവർത്തിക്കുന്ന സണ്ണി M കപ്പിക്കാടിനെ വൈക്കത്ത് നിന്ന് മത്സരിപ്പിക്കുവാൻ തയ്യാറാകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. BJP സംബന്ധിച്ച് ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനറായ, പ്രത്യേകിച്ചും TV-യിലും ചർച്ചകളിലുമൊക്കെ അവരുടെ ഒരു മുഖമായ, മിക്കപ്പോഴും സുജയ പാർവതി അവരുടെ രാഷ്ട്രീയം പറയുന്നതിന് മടിക്കാറില്ല. താനൊരു സംഘിയാണെന്ന് തന്നെ തുറന്നു പറയുന്ന ഒരു വ്യക്തിത്വമാണ് സുജയ പാർവതിയുടേത്. മറ്റു പലരും ഒളിച്ചവരുടെ രാഷ്ട്രീയം കടത്തുമ്പോൾ നമ്മൾ മറ്റേ ആളുകളെ, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ മറ്റു അവതാരകരൊക്കെ അവരുടെ രാഷ്ട്രീയം അരുണിനെ പോലെയുള്ള ആളുകളൊക്കെ ഒളിച്ച് രാഷ്ട്രീയം പറയുമ്പോൾ വളരെ വ്യക്തമായി തന്നെ ഒരു സംഘ അനുകൂല രാഷ്ട്രീയമാണ് തനിക്കുള്ളതെന്ന് പറയുന്ന സുജയ പാർവതിയെ BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നിൽ പരീക്ഷിക്കും എന്ന രാഷ്ട്രീയ ചർച്ചകളുമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്. തുടർന്നുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ, ഓരോ മണ്ഡലത്തെയും ഒക്കെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലുണ്ടാകും. ഓരോ സ്ഥലങ്ങളിൽ നിന്നും അതിനാവശ്യമായ വിവരങ്ങളും ഒക്കെ ഡാറ്റകളും ഒക്കെ ശേഖരിക്കുന്നുണ്ട്. വളരെ കൃത്യമായി തന്നെ, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടിയാണ്, വളരെ കൃത്യമായി തന്നെ നിങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്. തൽക്കാലം ഈ വീഡിയോ ഇടപെടുന്നു. ജയ് ഹിന്ദ്.